കെ എസ് ഷാൻ വധക്കേസിലെ കുറ്റപത്രം മടക്കണമെന്ന പ്രതികളുടെ ഹർജി ഇന്ന് കോടതിയിൽ വരും. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹർജി പരിഗണിക്കുക. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. 2021 ഡിസംബർ മാസം 18-ാം തീയതി വൈകുന്നേരം 6:30-ക്കാണ് സംസ്ഥാന സെക്രട്ടറി SDP സംസ്ഥാന സെക്രട്ടറി KS ഷാൻ വധിക്കപ്പെടുന്നത്. അന്ന് വാഹനം ഇടിച്ച് തെറിപ്പിച്ച ശേഷം പിന്നീട് റോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പിന്നീട് 2022 മാർച്ച് മാസം, അതായത് 3 മാസങ്ങൾക്ക് ശേഷം, 90 ദിവസങ്ങൾക്ക് ശേഷം ആലപ്പുഴ C ബ്രാഞ്ച് DYSP KV ബെന്നിയാണ് ഇത് സംബന്ധിച്ച കുറ്റപത്രം കോടതിയിൽ കൊടുത്തത്. പക്ഷേ നിലവിൽ ആ കേസ് പരിഗണിച്ച് തുടങ്ങിയിട്ടില്ല. വിചാരണ പോലും KS ഷാൻ്റെ കേസിൽ തുടങ്ങിയിട്ടില്ല. വിചാരണ തുടങ്ങാനിരിക്കെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ഷാനിന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് PP ഹാരിസിനെ നിയമിച്ച ഘട്ടത്തിലാണ് പ്രതികൾ ഒരു ഹർജി കൊടുക്കുന്നത്. അതായത് ഇവർ കുറ്റപത്രം തയ്യാറാക്കിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനല്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ പരിധിയിൽ വരുന്ന മണ്ണഞ്ചേരി പരിധിയിൽ വരുന്ന മണ്ണഞ്ചേരിയുടെ സ്പെഷ്യൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്, അല്ലെങ്കിൽ CA ആണ് അത് തയ്യാറാക്കേണ്ടത്. പക്ഷേ ഇത് മറ്റൊരു DYSP ആണ്. DYSPക്ക് ഇത് സംബന്ധിച്ച് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം സാങ്കേതികമായി നിലനിൽക്കില്ല. ഇത് പോലീസിന് തന്നെ മടക്കി നൽകണമെന്ന ഹർജിയാണ് നിലവിൽ ഇന്ന് ആലപ്പുഴ സെഷൻസ് കോടതി, ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ ഈ ഒരു ഹർജി തീർപ്പാക്കിയ ശേഷം മാത്രമേ ഇതിൻ്റെ എപ്പോഴായിരിക്കും ഇതിൻ്റെ വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങുക എന്ന് കോടതിക്ക് പറയാനാവൂ. പക്ഷേ ഇന്ന് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ കൂടി കോടതിയിലെത്തി ഈ ഹർജി തള്ളണമെന്നും ഒപ്പം തന്നെ വിചാരണ എത്രയും വേഗം ആരംഭിക്കണം. കാരണം 2 കൊലപാതകങ്ങൾ, കേരളത്തെ ഞെട്ടിച്ച് 2 കൊലപാതകം നടന്നതിൽ രണ്ടാമത് നടന്ന കൊലപാതകത്തിൽ ഇവിടെ വിചാരണ പൂർത്തിയാക്കി 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു. പക്ഷേ ഈ കേസ് വിചാരണ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് പ്രതികളുടെ ഈ വാദം, ഈ ഹർജി അത് നിലനിൽക്കുന്നതല്ല. കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഇത്രയും മാസങ്ങളായി, ഏകദേശം 2 വർഷത്തോളം ആവുന്നു. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഇത് തള്ളണം, അല്ലെങ്കിൽ ഇത് പോലീസിന് തന്നെ മടക്കി നൽകണമെന്നുള്ള വാദം കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതികം നിലനിൽക്കുന്ന വാദമായിരിക്കും പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. 11 പ്രതികളാണ് കേസിലുള്ളത്. 9 പ്രതികളെ ആദ്യഘട്ടത്തിൽ പോലീസ് പിടികൂടിയിരുന്നു, കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു. അതിനുശേഷമാണ് 2 പ്രതികൾ കൂടി, അതായത് ഈ കേസിലെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള 10-11 പ്രതികളെ പിന്നീട് പിടികൂടുകയും ഈ 2 പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയും ആദ്യത്തെ 9 പ്രതികൾക്ക് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഈ 11 പ്രതികളിൽ ഒരാൾ പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ മുഴുവൻ പ്രതികളും 15 പ്രതികളും വിചാരണ നേരിട്ടുകൊണ്ടാണ്, അതായത് വിചാരണ തടവുകാരായി നിന്നുകൊണ്ടാണ് കേസിൽ വിചാരണ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് 2 നീതി വേണ്ട, 2 നീതി നടപ്പാക്കരുത് എന്നുള്ള ആവശ്യമായിരിക്കും നിലവിൽ ഷാൻ വധക്കേസിൽ നിന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. ഏകദേശം 11 മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ തുടങ്ങും. SKN. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.